എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. KSFE ഈ നാടിന്റെ ധൈര്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അവാർഡാണ്, ബൂസാനാണ്, കിടുക്കികാവാണ്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റില്? ഭയങ്കര സന്തോഷം തോന്നുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് ഇന്നാകുന്നത്, അതിന്റെ ജേർണിയൊക്കെ? ഞാൻ ഓഡീഷൻ വഴിയാണ്, അഡാർട്ടോയിൽ വന്നിട്ടുള്ളത് ഓഡീഷൻ വഴിയാണ്. ഞാൻ അവിടെ പോയപ്പോൾ നമ്മുടെ പോലെ തന്നെ 5000 ആൾക്കാര് അവിടെ സാഹിത്യക്കളും ഇതുപോലെ ഓഡീഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വെച്ച് കിട്ടൂല. ഡൽഹി നമ്മൾ ഷൂട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് ജാനുവരി ഫെബ്രുവരി ടൈം. അടിപൊളി. അറിയാലോ, ഭയങ്കര തണുപ്പുള്ള സമയം. അപ്പൊ നമ്മളവിടെ ഷൂട്ടിന് എത്തിയ സമയം തൊട്ടേ ഒരാഴ്ച പനി പിടിച്ചിരുന്നു. കാരണം ഞാൻ ഡാൻസർ ആവുന്നത് തന്നെ D4 ഡാൻസിന് വന്നതിന് ശേഷമാണ്. അല്ലാതെ ഡാൻസ് അറിയില്ല? ഇല്ല, നമ്മൾ യൂട്യൂബിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് ഫുൾ ഡാൻസ് എല്ലാം പഠിച്ചിരുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഈ ക്രാഫ്റ്റ് നോട്ട് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അല്ലാതെ വന്നതിന് ശേഷമാണ് എനിക്ക് വന്ന് ഓക്കെ സിനിമ ഈസ് സംതിങ് മോർ എന്നുള്ള സംഭവം ഞാൻ റിയലൈസ് ചെയ്തത്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഫായിൽ കപ്പാടി ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയത്. ഡിഫറെൻറ്റ് ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് എനിക്ക് കിട്ടുന്നതും ലേൺ ചെയ്യുന്നതും. റോഷ, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അവാർഡാണ്, ബൂസാനാണ്, കിടുക്കികാവാണ്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റില്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഓക്കെ, സന്തോഷം ഉണ്ടെന്ന് അറിയാം. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആക്ടർ ആയിരുന്നു. ഫ്രം D4 ഡാൻസിലാണ് ലോകം അറിയുന്നത് റോഷനെ. പിന്നെ അതിനുശേഷം അഡാർ ലവ് വന്നു, ഒരുപാട് സിനിമകൾ വന്നു, ഡാൻസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പാട്ട് പാടുന്നുണ്ട്. ആൻഡ് ഇപ്പോ കിടുക്കികാവ്, ഈ ഫോൺ വിന്റേഴ്സ് നൈറ്റ്, സഞ്ജുവിന്റെ സിനിമ ബൂസാനിലേക്ക് പോകുന്നു, അവാർഡ് കിട്ടുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് ഇന്നാകുന്നത്, അതിന്റെ ജേർണിയൊക്കെ? ഞാൻ ഓഡീഷൻ വഴിയാണ്, അഡാർട്ടോയിൽ വന്നിട്ടുള്ളത് ഓഡീഷൻ വഴിയാണ്. നമ്മുടെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഇതേപോലെ അഡാർ ലെവലിന്റെ ഓഡീഷൻ കണ്ട് അത് ഇതേപോലെ തന്നെ കിടികാവ് പോലെ തന്നെ ഇങ്ങനെ കാസ്റ്റിംഗ് കോള് കണ്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് ഞാൻ അവിടെ പോയപ്പോൾ നമ്മുടെ പോലെ തന്നെ 5000 ആൾക്കാര് അവിടെ സാഹിത്യ അക്കാദമി ഇതുപോലെ ഓഡീഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വെച്ച് കിട്ടൂല, ഉറപ്പാണ്. കാരണം നമ്മുടെ പോലെ തന്നെ കുറെ ആൾക്കാരും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് വിളിക്കുന്നതും ടോപ്പ് 100 എന്ന് പറഞ്ഞിട്ട് സെലക്ട് ആയിട്ട്. അപ്പൊ അതിലും കിട്ടുന്ന പ്രതീക്ഷ ഒന്നുമില്ല. അപ്പൊ അതിന്റെ ഓഡീഷന് വന്ന് ഓഡീഷൻ എത്ര അലമ്പാക്കി ചെയ്യാൻ പറ്റും അത്ര അലമ്പായിട്ട് ഞാൻ ഓഡീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെ കിട്ടിയെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓഡീഷൻ എന്താ ചെയ്യിപ്പിച്ചേ? ഓഡീഷന് സീനാണോ? അവരൊരു സീൻ തന്ന് പല ഇമോഷൻ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പൊ അതങ്ങനെ ചെയ്ത് കിട്ടി. അപ്പൊ കൂടെ പ്രിയയും നൂറിനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മള് ഞാനതില് ചെറിയൊരു കഥാപാത്രമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സീൻ ഹിറ്റ് ആവലും അതിന് ശേഷമാണ് പരിപാടിയൊക്കെ മാറുന്നത്. അവിടെ നിന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിങ് ബോയിൽ നിന്നൊരു വണ്ടർ ക്രിയേറ്റ് ചെയ്തൊരു ബോയാണ്. കമ്മിങ് ബാക്ക് ടു കിടുക്കികാവ്, എങ്ങനെയായിരുന്നു ഈ നമ്മുടെ കിടുക്കികാവിലേക്ക്, ഈ ഫോൺ വിന്റേഴ്സ് നൈറ്റിലേക്ക് സഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള എൻട്രിയും അതിന്റെ ഓഡീഷനും പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? അതും ഇതേപോലെ ഓഡീഷൻ കണ്ടിട്ട് തന്നെ എല്ലാം ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് മേടിച്ചതാണ് എല്ലാം. ഇപ്പോ സഞ്ജുവിനാണെങ്കിലും പോലും ഇതേപോലെ കാസ്റ്റിംഗ് കോൾ കണ്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് അങ്ങനെ കണ്ട് സംസാരിച്ചു. എന്നിട്ട് ഇതേപോലെ തന്നെ ഓഡീഷന് 4-5 പ്രാവശ്യം ഇങ്ങനെ സീൻസ് നമുക്ക് തരും. അപ്പൊ അതേപോലെ നമ്മൾ അങ്ങനെ ചെയ്ത് പുള്ളിക്ക് എന്തോ തോന്നിയെന്ന് തോന്നുന്നു നമ്മൾ കണ്ടിട്ട്. അങ്ങനെയാണ് സഞ്ജുവിന്റെ പടത്തിലും കയറിയത്. ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റോറി കംപ്ലീറ്റ് അറിയായിരുന്നു അല്ലെങ്കിൽ? ഇല്ല, എന്നെ കണ്ട് സംസാരിച്ച് പിന്നെ അതിനുശേഷം ഓപ്പോസിറ്റുള്ള കഥാപാത്രം ഫിക്സ് ആയതിനു ശേഷം സീൻസ് നമ്മളോട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്. അപ്പൊ എനിക്കൊന്ന് അതിലാണെന്ന് തോന്നുന്നുണ്ട് അവര് ഫൈനൽ ചെയ്തതും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിന്റെ ടൈം ആയപ്പോഴാണ് വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാം സോർട്ടഡ് ആയിട്ടുണ്ട്, നമുക്ക് പോവാം. ഡൽഹി നമ്മൾ ഷൂട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് ജാനുവരി ഫെബ്രുവരി ടൈം. അടിപൊളി. അറിയാലോ, ഭയങ്കര തണുപ്പുള്ള സമയം. അപ്പൊ നമ്മളവിടെ ഷൂട്ടിന് എത്തിയ സമയം തൊട്ടേ ഒരാഴ്ച പനി പിടിച്ചിരുന്നു. കാരണം ആ ക്ലൈമറ്റിനും ആ ചുറ്റുപാടും നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുത്ത്. അപ്പൊ ഒരാഴ്ച ഒരു ബ്രേക്ക് ഇട്ടിട്ട് ശേഷമാണ് നമ്മൾ ഷൂട്ടിലോട്ട് വരുന്നത്. അപ്പൊ ആ ഒരാഴ്ച ഈ പ്രിപ്പറേഷൻ പോലെയായിരുന്നു നമുക്ക്. ആ ഒരു മൊത്തം സറൗണ്ടിങ്ങും ആൾക്കാരെയും പഠിക്കാനുള്ള സമയം കിട്ടിയ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. നമുക്ക് ഇന്ന് കാണാൻ പറ്റും കിടുക്കികാവ്. ഇപ്പോ സഞ്ജുവിനോട് ഞാൻ ചോദിച്ചു, സഞ്ജുവിന്റെ നമ്മളോട് എപ്പോഴാണ് റിലീസ്? യൂറോപ്പ് ഫെസ്റ്റിവൽസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് IFFK എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞ്
എന്നിട്ടാവും ഇവിടെ നമ്മളിലേക്ക് റിലീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. സിനിമ ഷൂട്ട് കഴിഞ്ഞു, അതിന്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബൂസാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തി, അതൊരു അവാർഡ് കാറ്റഗറിയിൽ വരുന്നുണ്ട്, വിന്നർ ആവുന്നുണ്ട്. ഈ ഒരു മൊമെന്റ് ഒക്കെ മേ ബി ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഡീഫോ ഡാൻസിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സിനിമ ആസ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കാം. ഇല്ല ഇല്ല, കാരണം ഞാൻ അഡാർലോ ഡീഫോ ഡാൻസിൽ വരുന്നത് തന്നെ എൻ്റെ ബ്രദർ പറഞ്ഞൊരു ഇങ്ങനെ സംഭവം ഉണ്ട്. ഞാനൊന്നും അങ്ങോട്ടായിട്ട് ഒന്നും മാനിഫെസ്റ്റ് ചെയ്യലൊക്കെ കുറവാണ്, പക്ഷെ ഉണ്ട് ഉള്ളില് അങ്ങനെയൊക്കെ ചെയ്യണം. കാരണം ഞാൻ ഡാൻസർ ആവുന്നത് തന്നെ ഡീഫോ ഡാൻസിന് വന്നതിന് ശേഷമാണ്. അല്ലാതെ ഡാൻസ് അറിയില്ല? ഇല്ല, നമ്മൾ യൂട്യൂബിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് ഫുൾ ഡാൻസ് എല്ലാം പഠിച്ചിരുന്നത്. ഞാനും ബ്രദറും കൂടെ യൂട്യൂബിൽ കാണും, ആ സെയിം സാധനം നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് ഇതിലും സ്റ്റേജ് ഷോ വരുമ്പോൾ സ്കൂളിൽ ഫെസ്റ്റിവൽ ഉണ്ടാവും, യൂത്ത് ഫെസ്റ്റിവല്, അങ്ങനെ നമ്മള് കളിച്ചിട്ടാണ് തന്നെയാണ് ഡാൻസും പഠിച്ചിരുന്നത്. പഠിക്കാനൊരു കഴിവാണല്ലോ, നോക്കിയാൽ നമ്മൾ ചുമ്മാ കിട്ടില്ല. അല്ല, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഡീഫോ ഡാൻസിന് വന്നതിന് ശേഷമാണ് നല്ല ഡാൻസേഴ്സിനെയും ഒക്കെ മീറ്റ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊന്നും ഗ്രൂം ചെയ്യാൻ പറ്റും. കുക്കു ആണെങ്കിലും റംസാൻ ആണെങ്കിലും ഇവർ ഇങ്ങനത്തെ നല്ല നല്ല ഡാൻസേഴ്സും നല്ല നല്ല കൊറിയോഗ്രാഫേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ഡീഫോ ഡാൻസിന് വന്നതിന് ശേഷം. അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഈ ക്രാഫ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അടാലോ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ, സിനിമ ഈസ് സംതിങ് മോർ എന്നുള്ള സംഭവം ഞാൻ റിയലൈസ് ചെയ്തത്. അതുകൊണ്ട് ആണ് എനിക്ക് തോന്നുന്നത് സഞ്ജുവേട്ടന്റെ പടത്തിൽ വരാനുള്ള റീസണും അതായിരിക്കാം. സോളിന്ന് പൂസാനിലേക്ക് പോകുന്ന സമയത്ത് റോഷൻ ഒരു സിനിമയിലുള്ള പോലെ തന്നെ കുറെ ഇൻസിഡൻസ് ഇതാരാ പറഞ്ഞേ? ഇല്ല, നമ്മള് ഫോൺ ഓഫ് ആയി പോയി ഭയങ്കര പാനിക് കിടക്കിക്കാവ് പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായി. കാരണം നമ്മളവിടെ സോളിലെത്തുമ്പോ ഇഞ്ചിയോളായിരുന്നു നമുക്ക് അറൈവൽ ഉണ്ടായിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം സോളിലോട്ട് ഒരു 1 hour ട്രാവൽ ഉണ്ട്. അത് ട്രെയിനിലെടുത്ത് വന്ന് രാത്രി 10 something ആയി. അതിനുശേഷം മൂസാനിലോട്ട് ഒരു 3-4 മണിക്കൂറുണ്ട്. ലാസ്റ്റ് ട്രെയിൻ പോയി. നമ്മള് ഉറപ്പായിട്ടും പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്, പരിചയമില്ലാത്ത ആൾക്കാരാണ്, ഭാഷയും പരിചയമില്ല. അവിടെ ഇംഗ്ലീഷ് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോ അവിടെ എത്തിയതിന് ശേഷം ശരിക്കും എന്റെ ഫോൺ ഓഫ് ആവുകയും ചെയ്തു. കുറച്ച് പാനിക്കായി. പിന്നെ ബാനു ഉണ്ടായിരുന്നു കൂടെ, കാരണം നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെയോ നമ്മള് സിനിമകളെ പോലെ തന്നെ പെട്ടിയും പിടിച്ച് പുറത്ത് നടന്ന് ഏതോ കഫേ കയറി അവിടെ ഒരു പുലർച്ചെ വരെ സമയം സ്പെൻഡ് ചെയ്ത് 5:30 ട്രെയിൻ പോയി. അതും ഈ സിനിമയുടെ സീനുകളൊക്കെ ഭയങ്കര കോയിൻസിഡൻസ് ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞത്. ചെറിയൊരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെയും കിട്ടി. അതായത് ഈ ഭാഷയുടെയും അതേപോലെ പുതിയ കൾച്ചറും പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു സംഭവം നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്തു. ഈ ക്യാരക്ടേഴ്സിന്റെ കേട്ട സമയത്ത് ഓക്കെ, എനിക്ക് ഇത്ര ട്രേറ്റ്സ് ഉണ്ട്, ആർട്ടിസ്റ്റ് ആണ് പക്ഷെ അത്ര റെസ്പോൺസിബിൾ അല്ല. അതാണ് എനിക്ക് സിനിമ കണ്ടപ്പോഴും കണ്ട ഒരാൾ എനിക്ക് തന്നൊരു റെഫറൻസും അതാണ്. ആർട്ടിസ്റ്റിക് ആണ് പക്ഷെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിന്റെ ഷെയ്ഡ്സ് ഒക്കെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്തത്? എനിക്കൊരു എക്സാമ്പിൾ ഒരാൾ പറഞ്ഞത്, നിനക്ക് ഊബർ പോലും എന്താണ് മര്യാദക്ക് ബുക്ക് ചെയ്യാൻ പോലും അറിയില്ല, അത്രക്കും അതാണ് നിന്റെ ഒരു ആവശ്യമില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അതിൽ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ, ഇവൻ എങ്ങനത്തെ ഒരു ടൈപ്പാണ്, എത്ര കൺഫ്യൂസ്ഡ് ആണ് ലൈഫില്, എത്ര പാഷനാണ്, അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു കഥാപാത്രം എന്നുള്ള സംഭവം പറഞ്ഞു. വിചാരിച്ചു ഓക്കെ ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെയല്ല, ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ മറ്റേ സ്ക്രീനൊന്നും ഉണ്ടായിരുന്നില്ല, 2 ചെറിയ ക്യാമറയും വെച്ചിട്ടാണ് നമ്മള് ഷൂട്ട് ചെയ്തത്. അപ്പൊ സഞ്ജുവേട്ടന് കാണുന്നതും ചെറിയ സ്ക്രീനിൽ കണ്ടിട്ടാണ് ജഡ്ജ്മെന്റ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ നമുക്കൊന്നും കാണാൻ പറ്റില്ല, നമ്മൾ ചെയ്ത് പോവാ എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പൊ എന്റെ മൈൻഡില് ഇത് ശരിയാവുന്നുണ്ടോ, സഞ്ജുവേട്ടൻ ഓക്കെ ആണോ? ഞാൻ സഞ്ജുവേട്ടൻ അടുത്ത് 2-3 പ്രാവശ്യം ചോദിക്കും, സഞ്ജുവേട്ടൻ കൺസിസ്റ്റൻസി ഉണ്ടോ, സഞ്ജുവേട്ടൻ ഓക്കെ ആണ്? അപ്പൊ സഞ്ജുവേട്ടൻ ഓക്കെ ആണ് എന്നിട്ട് പറയുള്ളൂ. പിന്നെ അവസാനം ഔട്ട് വന്നതിന് ശേഷമാണ് എല്ലാവരും പറഞ്ഞത് നന്നായിട്ടുണ്ട്, came out well എന്ന സംഭവം. ഞാൻ ഔട്ട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലൈമാക്സ് കുറച്ച് സീന് കൊച്ചിയിൽ നമ്മള് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പാച്ച് വർക്ക് പോലെ. ആ ഷൂട്ടിന് സമയത്ത് മനീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മനീഷ് മാധവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റോഷ പടത്തിന്റെ കുറച്ച് ഭിത്തി ഞാൻ കണ്ട്, അടുത്ത് നമുക്ക് റെഡ് കാർപ്പറ്റ് വെച്ച് കാണാൻ കൈ എന്നിട്ട് പുള്ളി പോയത്, അതായത് ബൂസാൻ സെലക്ഷൻ കിട്ടുന്നതിന് മുന്നേ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ സംഭവം കേൾക്കുമ്പോ കൊള്ളാല പരിപാടി. അപ്പൊ അതായിരുന്നു. അപ്പൊ മനീഷേട്ട അന്ന് പറഞ്ഞ് പിന്നെ അത് ഇങ്ങനെയായിട്ടാണ് വന്നത് ബൂസാനിലോട്ടൊക്കെ. ഇനി റെഡ് കാർപ്പറ്റിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് റെഡ് കാർപ്പറ്റിൽ ഇട്ട ആ ഒരു കോസ്റ്റ്യൂം അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ടെൽ ദാറ്റ് ബോത്ത് ദ വേസ്,
ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പുറത്തെ ഒരു സൈഡിൽ അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ മാറ്റർ അല്ല അത്. ബട്ട് സ്റ്റിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡിസ്കഷൻസ്, കൺഫ്യൂഷൻസ്. നമ്മൾ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ്, എത്രയും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, എത്രയും പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇങ്ങനത്തെ കുറെ കമന്റ്സ് നമ്മുടെ ചുറ്റും വരുന്നുണ്ട്. ആ ഒരു കമന്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും ആൻഡ് അതിന് മുന്നേ റെഡ് കാർപ്പറ്റിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസും, സ്പെഷ്യലി യു ആർ ലുക്കിംഗ് സോ ഹാൻസം ഇൻ ദാറ്റ് കോസ്റ്റ്യൂം. അടിപൊളിയായിരുന്നു ആ ബീഡ്സും പിന്നെ ആ കളറും ആ കോസ്റ്റ്യൂം സ്റ്റൈലിൽ എന്താ പറയാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല. നമ്മളത് നമ്മള് സംഭവം ക്രിയേറ്റ് ചെയ്യാന്നുള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ബോളിവുഡ് ആണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും ദേ എക്സ്പ്ലോർ ഫാഷൻ. അപ്പോ ഞാൻ ആലോചിച്ചു, ഓക്കെ, ആ സ്പിരിറ്റ് എന്തുകൊണ്ട് നമുക്ക് സൗത്ത് സൈഡിലോട്ട് കൊണ്ടുവന്നുകൂടാ. അത് റോഷന്റെ ഐഡിയ ആയിരുന്നു അങ്ങനെ ചെയ്യാന്നുള്ളത്. ഞാനും എന്റെ ഫാമിലി, ഞാനും എന്റെ ബ്രദറും നമ്മൾ ഡിസ്കസ് ചെയ്ത്. എന്റെ ഉമ്മ ഡിസൈനറാണ്. ഐ മീൻ എന്റെ ഒരുവിധം എല്ലാ കോസ്റ്റ്യൂമല്ല ഉമ്മയാണ് ഡിസൈൻ ചെയ്യാറ്. അപ്പൊ ഞാനും ഉമ്മയും എന്റെ ബ്രദറും കൂടിയാണ് എനിക്ക് മാങ്കാസുരത്താണ് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ പോയിരുന്ന് അവർക്ക് ഡിസ്കസ് ചെയ്ത് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത്, അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞത് ഓക്കെ പിങ്കിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അവര് റെഫറൻസ് കാണിച്ചു തന്നു, നമ്മളത് ലോക്ക് ചെയ്ത്. നമ്മളെ മെയിൻ ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ള സംഭവമാണ്. അത് ആർട്ടാണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് രണ്ട് രീതിയിൽ ക്രിറ്റിസിസം വരും, നല്ല രീതിയിലും ചീത്ത രീതിയിലും. അതില് നല്ല രീതിയിലുള്ളത് എടുക്കും, ചീത്ത രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അത് പല രീതിയിൽ ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. എന്റെ ജോലി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ ചെയ്തത്. ഞാൻ അവര് സംസാരിക്കട്ടെ. നല്ലോണം ക്രിയേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ്. ഈ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോ റോഷന്റെ കോ ആക്ടർ ഭാനുവായിട്ട് സംസാരിച്ച സമയത്ത് റോഷൻ അന്ന് ബൂസാനിലിട്ട ഓരോ കോസ്റ്റ്യൂമിനും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവും യു ലുക്ക് വെരി ഹാൻസം ഇൻ ദിസ്. ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് അമ്മയ്ക്കാണോ ചേട്ടനാണോ ഡിസൈനർക്കാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുക്കും? എല്ലാവർക്കും ക്രെഡിറ്റ്സ് ഉണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ട്, നമ്മളെല്ലാരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് എത്തിയത്. അതായത് നമ്മുടെ കേരളത്തിലും നല്ല ഡിസൈനേഴ്സ് ഉണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഡിസൈനേഴ്സ് ഉണ്ടെന്നുള്ള എനിക്ക് ഗ്ലോബൽ സ്റ്റേജിൽ കാണിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഓരോ കോസ്റ്റ്യൂമും ഓരോ ആൾക്കാരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു, ഞാൻ തിരിച്ചു വന്നു. ലോകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഷന് ലോകം കാണുന്നത് D4 ഡാൻസിലൂടെയാണ്. അവിടെ നിന്ന് എത്തുന്നു, ആ സ്റ്റേജ്, പ്രിയാമണി, പിന്നെ അതേപോലെ തന്നെ പ്രസന്ന സർ, പിന്നെ നീരവ് ജി, പേളി, ആ ഒരു ടൈമും അവിടുത്തെ ഗ്രൂമിങ്ങും അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതായിരുന്നു ശരിക്കും മീഡിയയിലോട്ടുള്ള ആദ്യത്തെ എക്സ്പോഷർ. ഞാനും ബ്രദറും കൂടിയാണ്. അതെ. അപ്പോ നമുക്കിങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓഡീഷൻ കൊടുക്കുന്നു, കിട്ടുന്നു. പിന്നെ ഗ്രൂമിങ് ഉണ്ടായിരുന്നു. ഗ്രൂമിങ് ഇവരുടെ എല്ലാവരുടെയും മുന്നിലാണ് ഗ്രൂമിങ്. അപ്പൊ ഫസ്റ്റ് ഡേ ഞാനും ബ്രദറും ഡാൻസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും കൂടെ എണീറ്റ് നിന്ന് കൈയടിക്കുന്നതാണ് എനിക്ക് ഓർമ്മകൾ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് എക്സ്പോഷറിലോട്ട് വരുന്നത്. ഞാനും ബ്രദറും എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു വീട്ടില് യൂട്യൂബില് വീഡിയോ കണ്ട് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പണ്ട് പഠിച്ചിരുന്നതെല്ലാം. അപ്പൊ നമ്മൾ ഒരു പുതിയൊരു സ്പേസിലോട്ട് വന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത്ര അപ്രിസിയേഷൻ കിട്ടാന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ പേളി ചേച്ചി ആണെങ്കിലും പ്രിയാജി ആണെങ്കിലും പ്രസന്ന മാസ്റ്ററൊക്കെ ഭയങ്കര സപ്പോർട്ട്. ഇപ്പോഴും ഭയങ്കര പ്രിയാജി എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടപ്പോൾ. ഇപ്പൊ എനിക്കൊരു പ്രസന്ന മാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് റോഷൻ എന്തെങ്കിലും സിനിമയിൽ കയറും എന്നോട് ഇങ്ങനെ പ്രസന്ന മാസ്റ്റർ അന്ന് ആ സാധനം കട്ട് ചെയ്ത് കളഞ്ഞ് D4 ഡാൻസ് ചെയ്യുന്നു. ഏത് പെർഫോമൻസ് കഴിഞ്ഞിട്ട് പ്രസന്ന മാസ്റ്റർ പറഞ്ഞു റോഷൻ സിനിമയിൽ കയറണുണ്ടോ, റോഷൻ സിനിമയിലോട്ട് വരുന്നത് ഇങ്ങനെ പ്രസന്ന മാസ്റ്റർ അന്ന്. അപ്പൊ ഞാൻ അടാറിലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പ്രസന്ന മാസ്റ്റർ വിളിച്ചിട്ടുണ്ട്, മാസ്റ്റർ ഇങ്ങനെ സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നീ സിനിമയിൽ വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഭയങ്കര സ്നേഹമാണ്. ഇപ്പൊ ആദിൽക്കാണെങ്കിലും എല്ലാവരും നീരവിച്ച് ആ ഒരു സ്റ്റാർട്ട് അവിടെ നിന്നായിരുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ പ്രസന്ന മാസ്റ്റർ പറഞ്ഞ പോലെ അവിടെ നിന്ന് നേരെ വരുന്നത് അഡാർ ലെവലിലേക്കാണ്. ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രെൻഡ് സെറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് പോയിട്ടുള്ള പാട്ടുകളിൽ എടിവെണ്ണെ ഫ്രീക്ക് വെണ്ണെ ഈസ് ലൈക്ക് 75 സംതിങ് മില്യൺ, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല. മാണിക്യമലര ഈസ് ലൈക്ക് 112 മില്യൺ. ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോ അതാണ് കിട്ടുന്നത്, മറ്റേ ഞാൻ മറന്നുപോയി. ഈ രണ്ട് പാട്ടും സ്പെഷ്യലി റോഷനും അതേപോലെ തന്നെ പ്രിയയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സമയത്ത് 2018 സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്രേക്ക് ഉണ്ട്.
ആ ഒരു മൊമെന്റ് ഒന്ന് റീകളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗ വാസ് ഇറ്റ്? ഞാൻ ആ സമയത്ത് 18 വയസ്സായിരുന്നു. അതായത് ഇപ്പൊ 27. ഞാൻ 27. അപ്പോൾ 18 വയസ്സുള്ള സമയത്തായിരുന്നു പാട്ട് ഇറങ്ങണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും എന്താ സംഭവിക്കണമെന്ന് അറിയുന്നില്ല. കാരണം പാട്ട് ഇറങ്ങി നെക്സ്റ്റ് ഡേ കാണുന്നത് ഓവർനൈറ്റ് വന്നൊരു കാര്യമാണ്. അല്ലു അർജുൻ ഷെയർ ചെയ്യുന്ന, ഋഷി കപൂർ ഷെയർ ചെയ്യുന്ന, അതായത് ഇൻഡസ്ട്രിയിൽ കാണുന്ന ടോപ്പായിട്ട് നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് എന്ത് സംഭവം, അതിന് മാത്രം ഉണ്ടോ? ഞാനും അന്നും ഡിനൈലായിരുന്നു, ഇത് അതിന് മാത്രം ഉണ്ടോ എന്നുള്ള സംഭവമായിരുന്നു. ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ. കാരണം അത്രയും റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. ആ ഒരു റെക്കഗ്നേഷന് ശേഷം നമ്മൾ ഓഫ് കോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ബട്ട് ദെൻ ഒന്ന് പതുക്കെ ഇൻ കേസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഇവ വേറൊരു സൈഡില് ഡാൻസും ഫാഷനും മോഡലിംഗ് ഒക്കെ ആയിട്ട് ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ആ ഒരു സമയത്തൊരു മൊമെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബിക്കോസ് എക്സ്പെക്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഐ ആം നോട്ട് ഡൂയിങ് ഗുഡ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. ആ ഒരു മൊമെന്റ് ഇപ്പൊ റീകളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ സിനിമയാണ്. അപ്പോ നമ്മൾ നോക്കുന്ന കഥാപാത്രങ്ങളാണ്. അതായത് നല്ല സിനിമകളും നല്ല കഥാപാത്രം നല്ല ഫിലിം മേക്കേഴ്സിനൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ കയ്യിലുള്ള സംഭവം, കാരണം അഡാർ ലെവൽ വരുന്ന സമയത്ത് ഞാൻ അന്ന് ശരിയും തോന്നിയ കാര്യങ്ങളല്ല പിന്നീട് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സമയത്ത് ശരി തോന്നിയ കാര്യങ്ങൾ ഇപ്പൊ തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ കയ്യിലുള്ള സംഭവം എത്ര ഷാർപ്പൻ ചെയ്ത് വെക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റേതായ കുറച്ച് രീതിയിൽ കുറച്ച് സമയം എടുത്ത് എന്റെ കയ്യിലുള്ള ക്രാഫ്റ്റും ഞാൻ ആസ് എ പേഴ്സൺ മനസ്സിലാക്കാൻ ഞാൻ സമയം എടുത്ത് അങ്ങനെ സമയം എടുത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്കാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അങ്ങനെ കിടക്കികാവിന്റെ ഭാഗമായി മോഡലിങ്ങും സംഭവമൊന്നും ഇല്ല, അത് ഞാൻ ചുമ്മാ സൈഡിൽ ഇങ്ങനെ ചെയ്തിടുന്നു. പക്ഷെ എന്റെ മെയിൻ സംഭവം സിനിമയാണ്. അത് മതി. ഈ അഡാർ ലെവലിൽ തന്നിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു ഹാപ്പിനെസ് ആയിരുന്നു, ഷെയർ ചെയ്ത ഒരുപാട് ഹാപ്പിനെസ് ആയിരുന്നു. ഇതിനെല്ലാത്തിനപ്പുറത്തേക്ക് അഡാർ ലവ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്, മേ ബി റോഷൻ ഇതുവരെ ഷെയർ ചെയ്യാത്തൊരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ക്ലോസ് ടു മൈ ഹാർട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരു ഹാപ്പിനെസ് അഡാർ ലവ് തന്നെ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? അഡാർ ലെവലിലെ ഹാപ്പിനെസിന്റെ അപ്പുറത്തേക്ക് എനിക്ക് റിയലൈസേഷൻ കിട്ടിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് ലൈഫിലോ എനിക്ക് കിട്ടിയിട്ടുള്ള റിയലൈസേഷൻ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുത്തിയിട്ടുള്ളതും ഞാൻ സഞ്ജുവേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്തരം ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യണം എന്നുള്ള റിയലൈസേഷൻ എനിക്ക് തോന്നുന്നത് അഡാർ ലവ് കഴിഞ്ഞതിന് ശേഷമാണ്. അത് റെസ്പോൺസിബിലിറ്റി നമ്മൾ ലൈഫിലോട്ട് വരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഈസ് സംതിങ് മോർ എന്നുള്ള സംഭവം റിയലൈസ് ചെയ്ത് അഡാർ ലവ് സിനിമ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് റിയലൈസേഷൻ. അങ്ങനെ റിയലൈസേഷൻ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ഇത്ര തരത്തിലുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഇനിയും നല്ല നല്ല സിനിമയുടെ ഭാഗമാണെന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടാവുക എനിക്ക് അതിന് ശേഷം. Now tell me about your co-star, ഭാനുപ്രിയ. ഭാനുപ്രിയ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സിനിമയിലേക്ക്, അതായത് കിടക്കികാവിലേക്ക് എൻട്രി ആവുന്നത്, അതായത് റോഷൻ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഹീറോയിൻ വരുന്നുണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഹീറോയിന്റെ എൻട്രി? ഹീറോയിന്റെ എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അതായത് നമ്മൾ ഓഡീഷൻ ചെയ്ത സമയത്ത് വേറെ 2-3 കോ ആക്ടേഴ്സ് ആയിരുന്നു. അവരൊക്കെ വന്ന് ചെയ്ത് ഓരോ ആൾക്കാരും ഓരോ റീസൺസ് കാരണം, പേഴ്സണൽ റീസൺസ് കാരണം ബാക്കൗട്ട് ചെയ്യും. പിന്നെ ലാസ്റ്റ് ആയിരുന്നു ഭാനു എനിക്ക് അറിയാൻ പോലും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ അവിടെ ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്ന സമയത്താണ് ജിബു ചേട്ടനാണ് പ്രൊഡക്ഷൻ കണ്ടുള്ളത്. പുള്ളി പറഞ്ഞ് ഭാനുപ്രിയ എന്ന് പറഞ്ഞിട്ട് ആൾ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പുള്ളിക്കാരത്തിയാവും പെർഫോം ചെയ്യാൻ പോണത് എൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ ഭാനുപ്രിയോട് മീറ്റ് ചെയ്യണതും ഭാനുമായിട്ട് സംസാരിപ്പിക്കുന്നതും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളിക്കത് ഭയങ്കര അടിപൊളിയായിരുന്നു പെർഫോമൻസ് ഒക്കെ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പെർഫോമൻസ് ആയിരുന്നു. ബൂസാൻ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ റെഡ് കാർപ്പറ്റ് മൊമെന്റ്സ്? ഈ നിങ്ങൾ രണ്ടുപേരുടെയും, ഭാനുവിന്റെയും അതേപോലെ തന്നെ റോഷന്റെയും? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഒറ്റ വാക്കിൽ ഒതുക്കല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു റെഡ് കാർപ്പറ്റ്. കാരണം എല്ലാവരും, അതായത് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നത്, അതും നമ്മുടെ, അതായത് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമാക്കാരുടെയും ഒരു സ്വപ്നം പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസ്റ്റിവലിൽ നമ്മുടെ സ്വന്തം സിനിമ വേൾഡ് പ്രീമിയറിനെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ, അത് നമ്മുടെ സിനിമയായിട്ട് പോവാന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്കൊണ്ട് റെഡ് കാർപ്പറ്റിനോളം ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമ. ഞാൻ ഫസ്റ്റ് സിനിമ കണ്ടത് അവിടെ നിന്നാണ്. ബൂസാനിൽ നിന്നാണ് ഫസ്റ്റ് സിനിമ കണ്ടത്. അതായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് റെഡ് കാർപ്പറ്റിനെക്കാളും.
കാരണം നമ്മുടെ സിനിമ നമ്മൾ വലിയ സ്ക്രീനിൽ അവിടെ എല്ലാവരും, അതായത് നമ്മുടെ ലാംഗ്വേജ്, അതായത് കൊറിയൻസ് ആൾക്കാർ മൊത്തം അവരാണ് Q&A ഉണ്ടായിരുന്നത്. അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അപ്പൊ നമ്മൾ അവരെ കൂടെ നിന്നിട്ട് സിനിമ കാണുന്നതും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സിനിമ നമ്മളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷം അവര് Q&A ചോദിക്കുമ്പോഴും അതിന് ഉത്തരം പറയുമ്പോഴും അതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് എനിക്ക്. ഇപ്പൊ കിടക്കികാവിന് ശേഷം, അവാർഡിന് ശേഷം വന്നിട്ടുള്ള പുതിയ ഓഫേഴ്സ്, സിനിമകൾ എന്തൊക്കെയാണ്? ഞാൻ കിടക്കികാവ് ചെയ്ത് കഴിഞ്ഞ വർഷം വേറൊരു പ്രോജക്റ്റ് ഫ്രീ ലവ് എന്ന് പറഞ്ഞിട്ട് സോണി ലിവിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ചെയ്തിരുന്നു, തമിഴ്. അത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ റിലീസ് ആവാൻ നിൽക്കുന്നുണ്ട്. ആദ്യത്തെ തമിഴ് ഡിപ്യൂട്ട്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഇപ്പോ ഒരു പ്രോജക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ സംഭവിക്കണം. സിനിമയുടെ അവസ്ഥയാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുമോ? നമുക്കറിയാൻ പറ്റും, സ്റ്റോറി അറിയാൻ പറ്റും. ബൂസാനിലെത്തി അവാർഡൊക്കെ വിൻ ചെയ്തതിന് ശേഷം ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നു, ഓൺലൈൻ ആർട്ടിക്കിൾസ് വരുന്നു, സെലിബ്രിറ്റീസ് ഷെയർ ചെയ്യുന്നു, വെൽ വിഷേഴ്സ് ഇതിനെ കുറിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വിന്റർ വണ്ടർ വിന്നർ. ആ ഒരു മൊമെന്റ് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഷൻ എന്ത് പറയും? എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു കാണുമ്പോൾ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ എക്സ്പോഷർ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ് ഒരു വട്ടം. ആദ്യ സിനിമയിൽ നമുക്ക് കിട്ടിയ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് പോയി. എക്സ്പോഷറിന്റെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്തത് എന്ത് ചെയ്യാന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ സൈഡിലുണ്ടെങ്കിലും കൂടെ ഞാൻ ഭയങ്കര അവെയർ ആണ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമുണ്ട്, എത്ര കഴിഞ്ഞാലും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ഞാൻ ആദ്യം കണ്ടതായിരുന്നു ആദ്യ സിനിമ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ള സംഭവമുണ്ട്. അത് ഞാൻ ഇപ്പോഴും ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടാക്കിൾ ചെയ്യുന്ന ഇടയിലാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു ചേട്ടൻ്റെ പടത്തിൻ്റെ ഭാഗമായതും ഇപ്പോഴും ഞാൻ പുതിയ പുതിയ പ്രോജക്ട്സിന് ഓഡിഷൻ കൊടുക്കുന്നതും ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷമുണ്ടെങ്കിലും കൂടെ ആസ് ആൻ ആക്ടർ മൈ ജോബ് ഇസ് ടു കീപ്പ് ഓൺ ഡൂയിങ് മോർ ഫിലിംസ്, കീപ്പ് ഓൺ ഡൂയിങ് മോർ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത് ഇപ്പൊ പറഞ്ഞതെല്ലാം എനിക്ക് തോന്നുന്ന ഒരു മൊമെന്റിന് ഉണ്ടാവുന്ന സന്തോഷങ്ങൾ മാത്രമാണ്. ബൂസാൻ ഇതെല്ലാം കുറച്ച് ഞാൻ ഫീഡ് ഔട്ട് ചെയ്ത് പോകും. ആൻഡ് ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഐ വോണ്ട് കീപ്പ് ഓൺ ഡൂയിങ് ഫിലിംസ്, നല്ല ഫിലിംസ്, നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ബൂസാൻ എനിക്ക് സന്തോഷം തന്നൊരു സംഭവമാണ്. ഫസ്റ്റത്തെ വൈറൽ സംഭവം എനിക്ക് ഭയങ്കര സന്തോഷം തന്ന സംഭവമാണ്. I want to do more films. Yes. And I will do more films. Yeah. ഇപ്പോൾ അഡാർ ലവ് തുടങ്ങി ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന കിടക്കികാവ്, അതിനു മുമ്പ് റോന്തില് വരെ നിൽക്കുന്ന സമയത്ത് റോഷന്റെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ചോക്ലേറ്റ് ബോയ്, ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു ഷെയ്ഡ് ഉണ്ട്. പക്ഷെ കിടക്കികാവിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഇച്ചിരി റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തൊക്കെ ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് റോഷന്റെ ഇഷ്ടം? ഐ വാണ്ട് ടു ബി എ ഹാർഡ് കോർ ക്രിമിനലോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ സ്റ്റൈലുകളൊക്കെ ഉണ്ടാവുമല്ലോ, റോഷന്റെ സ്റ്റൈൽ എങ്ങനെയാണ്? നത്തിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ക്യാരക്ടേഴ്സ് ആണ്, ഐ മീൻ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെങ്ങനെ എടുത്തു പറയാൻ പറ്റൂല, നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമുക്ക് ഡിഫറെന്റ് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റണം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു സമയം മാത്രമുള്ള പ്ലാൻസ് പോയൊന്നും നടക്കൂല. അപ്പോ ഗോയിങ് വിത്ത് ദാറ്റ് ഫ്ലോ, ഫ്ലോയുടെ ആളാണ്. പ്ലാനിങ് ഒന്നും നടക്കാറില്ല. റോഷന്റെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ്? ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ആളാണ്? ഫ്രണ്ട്ഷിപ്പിനും റിലേഷൻഷിപ്പിനും, മേ ബി ഇറ്റ് ക്യാൻ ബി എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പുകൾക്കൊക്കെ എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ആളാണ്? ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമുക്കറിയാം, ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണ്. പക്ഷെ ഞാൻ ഐ മീൻ ഞാൻ ഞാൻ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സുകളാണ് എനിക്കിപ്പോഴും എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ നമ്മളെപ്പോഴും വിളിക്കാറില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാലും അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ എൻ്റെ ബ്രദേഴ്സാണ്. എൻ്റെ ബ്രദേഴ്സും എൻ്റെ ഫാമിലിയും ആണ്. എൻ്റെ എൽഡർ ബ്രദറുണ്ട്, യങ്ങർ ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്. ഇവര് എൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട് ഉള്ള ആൾക്കാരാണ്. എന്തുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ഇവരുടെ അടുത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ ലൈഫിൽ പാർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ചെറിയ ആൾക്കാർ ഇവർ മാത്രമേ ഉള്ളൂ. സിബ്ലിങ്സ് ആണ്.
ബ്രദറിന്റെ കൂടെയാണ് ഡീഫോ ഡാൻസിലേക്ക് വരുന്നത്. നിങ്ങളുടെ കോംബോ അന്ന് ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം സിനിമയും കാര്യങ്ങളൊക്കെ വരുന്നു. ഇപ്പൊ സിബ്ലിങ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജനിച്ചു വളർന്നൊക്കെ പുറത്താണ്, ദുബായ് അബുദാബിയൊക്കെ ആയിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് വന്ന സമയത്ത് നമ്മളൊരു NRI കിഡാണല്ലോ. സോ സ്കൂൾ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ട്രീറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസ്, അതായത് പുറത്തുനിന്ന് ഒരാളെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഡിഫറൻസ് ഒക്കെ എത്രത്തോളം നമ്മുടെ സ്കൂളിംഗ് സമയത്തൊക്കെ നമ്മളെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞാൻ ജനിച്ചൊരു 7-8 വർഷം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6-7 വർഷം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന് ശേഷം 2ാം ക്ലാസ് മുതലാണ് നാട്ടിലോട്ട് ഞാൻ വന്നത്. 2ാം ക്ലാസ് മുതൽ നമ്മൾ നാട്ടിലുണ്ട്. അപ്പൊ 2ാം ക്ലാസ്സിൽ അങ്ങനെ ചിന്ത ഒന്നുമില്ല ആൾക്കാർക്ക്, നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്നറിയിക്കിട്ടാണ് ഇവൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മളെല്ലാരും ഇത്ര ചെറുപ്പത്തിലാണ്, ഞാൻ അത്ര ചെറുപ്പത്തിൽ നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ എന്നറിയിക്കിട്ട് അങ്ങനെ സംഭവമൊന്നുമില്ല. നമ്മളിവിടുത്തെ ആൾ തന്നെയാണ്. നമ്മളിവിടുത്തെ ആൾ തന്നെയാണ്. കിടിക്കാവിന്റെ സമയത്ത് സഞ്ജുജയുടെ ഒരു ഹൈ എന്തായിരുന്നു? റോഷൻ ഇന്നാവുന്നു, ഷൂട്ടിങ്ങിന്റെ പ്രോസസ് ജാനുവരി ഫെബ്രുവരി ഈ ഒരു ടൈമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് അത്രയും ഫീസിബിൾ അല്ലാത്തൊരു കണ്ടീഷനാണ്, നല്ല തണുപ്പാണ്, ഡൽഹിയാണ്, ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. സോ ഈ ഒരു ജേർണി ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴെങ്കിലും ആൾ ഷെയർ ചെയ്തിട്ടുണ്ടോ? റോഷ, ദിസ് ഇസ് മൈ വിഷൻ, അല്ലെങ്കിൽ ആ ഒരു കോംബോ എങ്ങനെയായിരുന്നു? ഇല്ല, പുള്ളി അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. പുള്ളി ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് സിനിമ അതെങ്ങനെ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. സെറ്റിലാണെങ്കിലും പുള്ളി ഒരുപാട് ടൈം എടുക്കും. ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പുള്ളിക്ക് എന്താ വേണ്ടെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഒരുപാട് സീൻസുകളൊക്കെ നമ്മൾ ഗറില്ല ഷൂട്ടാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. നമ്മൾ പടം മൊത്തം നമ്മൾ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി പോയിട്ട് ക്യാമറ അവിടെ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ക്യാരക്ടേഴ്സിനെ വിടുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു, എങ്ങനെ അത് ചെയ്യാം. മനീഷേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതെങ്ങനെ സീൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. കുറേ സീനൊക്കെ നമ്മൾ സ്പോട്ടിൽ ക്രിയേറ്റ് ചെയ്ത സീനുകളൊക്കെയാണ്. ഇല്ല, പുറത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സീനുകളൊക്കെ അവിടെ സ്പോട്ടിൽ ആ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത സീനുകളാണ് എല്ലാം. അത് ഞാനും സഞ്ജുവേട്ടനും വോക്കലി പറയാണ്ട് തന്നെ നമ്മൾ ഉണ്ടായിട്ടുള്ള കുറേ സീനുകളുണ്ട്, ഓർഗാനിക്കലി ഉണ്ടായിട്ടുള്ള സീൻ. അപ്പോൾ അവർ ഇത് കവർ ചെയ്തെടുത്തിട്ടുള്ളതൊക്കെയാണ് അതിൽ ഒരുപാട് സീനുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പം മഴയാണെങ്കിലും അവസാനം കുറേ മഴയുടെ സീനൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നില്ല, നാച്ചുറലി ഹാപ്പൻ. അതേപോലെ അതിൽ സ്കെച്ച് ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നു, അത് നാച്ചുറലി ഹാപ്പൻ ഉണ്ടായതാണ്. പുള്ളി അവിടെ നിന്ന് റാൻഡംലി വന്നിരുന്നതാണ്. അതേപോലെ ഒരു പൂച്ചയുടെ ഷോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, പൂച്ച ചുമ്മാ നടന്നിട്ട് ഇങ്ങനെ നമ്മുടെ ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്നൊരു സംഭവം. ഒരുപാട് സീന് അതിൽ ഭയങ്കര നാച്ചുറൽ ഓർഗാനിക്കലി ഉണ്ടായിട്ടുള്ളൊരു സംഭവം. അത് എനിക്ക് തോന്നുന്നു മനീഷേട്ടനും സഞ്ജുവേട്ടൻ്റെയും അവരുടെ ആ ഒരു വിഷനാണ് അത്, അവരുടെ സിനിമയാണ് അതിൻ്റെ മെയിനായിട്ട് കാണുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പായൽ കബാഡി ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയത്. കാരണം സഞ്ജുവേട്ടന് ഈ പടം പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് കണ്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരുടെ കോൺവെർസേഷനിൽ പുള്ളിക്കാരി തന്നെ ഇതിൻ്റെ ഒരു പാർട്ടായി നിൽക്കാം എന്ന് അങ്ങനൊരു പറയണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ. നമ്മുടെ പടത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് സഞ്ജുവേട്ടൻ നല്ലൊരു ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ബാക്കിയെല്ലാം അതിൻ്റെ മാജിക്കലി ഉണ്ടായൊരു സംഭവമാണ്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, നമുക്ക് സ്ട്രീറ്റിൽ കൊണ്ട് ക്യാമറ വെക്കുന്നു, നമ്മൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ക്യാരക്ടർ പോകുന്നത് അതേ ജേർണി അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ വരുന്നു, നിങ്ങൾ തന്നെ ഇംപ്രവൈസ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അഡാർ ലവ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് കാര്യങ്ങളുണ്ട്, നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഒരു സിനിമ പോവുക. ഇപ്പോൾ അടുത്ത് ചെയ്ത റോന്തായാലും ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഇല്ല, സ്ക്രിപ്റ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം ടു ആൻ എക്സ്റ്റെന്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഈ എത്രത്തോളം റോഷൻ ആസ് ആൻ ആക്ടർ മേക്കിംഗ് സ്റ്റൈലിൽ മോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഭയങ്കര ചേഞ്ച് ആയിരുന്നു. കാരണം അഡാർ ലവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും പ്രിപ്പറേഷനോ എനിക്ക് സ്ക്രിപ്റ്റോ ഒന്നും അങ്ങനെ നമുക്ക് തന്നെ സ്ക്രിപ്റ്റ് റീഡിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സ്പോട്ടിൽ. കാരണം ദെയർ വേ ഓഫ് ഫിലിം മേക്കിംഗ് വാസ് ഡിഫറെൻറ്റ്.
എല്ലാവരും ഫിലിം മേക്കിങ്ങിനെ അറിയുന്നതാണല്ലോ. അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഇപ്പോൾ ഷായിക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനതിൽ 5 days വർക്ക് ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു സീനായിരുന്നു. ഷായിക്കാടെയും രീതിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുള്ളിക്കാരൻ ഫിലിം മേക്കിങ്ങിനെ അത് കാണുന്ന രീതി, സഞ്ജുവേട്ടനാണെങ്കിലും ഐ മീൻ യുനോ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച്. ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ് എനിക്ക് കിട്ടുന്നതും ലേൺ ചെയ്യുന്നതും. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ക്രേവ് ചെയ്യുന്നതും ആ ഒരു സംഭവം തന്നെയാണ്. ഡിഫറൻസ് ഡെഫിനറ്റ് ആയിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും അപ്രോച്ച് ചെയ്യാൻ മാത്രം എന്ന് പറയാൻ മാത്രം കഥാപാത്രങ്ങളെ ചെയ്തിട്ടില്ല, ചെയ്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഐ എം സ്റ്റിൽ എക്സ്പ്ലോറിങ് ആൻഡ് ഐ എം സ്റ്റിൽ ക്രേവിങ് ഫോർ ദാറ്റ്. ഗ്രേറ്റ്. ഈ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെക്കഗ്നേഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സെലിബ്രിറ്റീസിന്റെ ആരുടെ നിന്നൊക്കെ മെസ്സേജുകളും അപ്രീസിയേഷനും ഒക്കെ വന്നു? ഹോണസ്റ്റ് ആയിട്ട് പറയണോ അതോ ഹോണസ്റ്റ് ആയിട്ട് ഈ സണ്ണിച്ചനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്ത്, ഒരുപാട് പേര് അർജുനേട്ടനാണെങ്കിലും അർജുന അശോകനാണെങ്കിലും സണ്ണിച്ചനാണെങ്കിലും സണ്ണിമീനാണെങ്കിലും ടോവിനോ ചേട്ടനാണെങ്കിലും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിലേട്ടനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്ന കാര്യം, നമ്മളിങ്ങനെ പോകുന്നുണ്ട്. പുള്ളി പോസ്റ്റ് കണ്ടിട്ട് ഭയങ്കര ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഗ്രേറ്റ്. അടിപൊളി. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ്, ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള സിനിമകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും റോഷൻ ആസ് എ പേഴ്സൺ നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. എക്സ്പ്ലോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വരട്ടെ, നല്ല നല്ല സ്റ്റേജുകൾ വരട്ടെ, റെഡ് കാർപ്പറ്റ്സ് വരട്ടെ, ഫിലിം ഫെസ്റ്റിവൽ വരട്ടെ. Wishing you all the very best. Keep entertaining us and thank you so much for your time. Thank you, man. Thank you so much. Nice talking to you.